എക്സാലോജിക്കിനെതിരെയുള്ള SFIO അന്വേഷണം തീർത്തും നിയമപരമെന്ന് കർണാടക ഹൈക്കോടതി കേസ് റദ്ദാക്കാനായി വീണ ഉയർത്തിയ വാദങ്ങൾ സ്വീകാര്യമല്ല. ROC അന്വേഷണം തീരാതെ SFIO അന്വേഷണം പ്രഖ്യാപിച്ചത് ലംഘനമാണെന്ന വാദവും കോടതി തള്ളി. എക്സാലോജിക്കിനെതിരായ കർണാടക ഹൈക്കോടതിയുടെ 46 പേജുള്ള വിധി പ്രസ്താവമാണ് പുറത്തേക്ക് വരുന്നത്. KB ശ്രീധരനുണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്രീധരൻ, ഈ ഹർജിക്കാരിയുടെയും കമ്പനിയുടെയും ഒക്കെ വാദഗതികൾ പൂർണ്ണമായും തള്ളുകയാണോ ഈ വിധി പ്രസ്താവത്തിലൂടെ? വിധിയുടെ പൂർണ്ണരൂപം വായിക്കുമ്പോൾ എന്താണ് പുതിയ വിവരങ്ങൾ? ഋഷ്, ഈ വിഷയത്തിൽ അതായത് എക്സാലോജിക്ക് നാളിതുവരെ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ അവർക്കെതിരെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടെയാണ് ഈ ഹൈക്കോടതിയുടെ ഈ വിധി പ്രസ്താവത്തിൽ വന്നിരിക്കുന്നത്. അതായത് 2020 മുതൽ വന്നിട്ടുള്ള ROC അന്വേഷണം, അതുപോലെ തന്നെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട അന്വേഷണം, ഏതായാലും ഈ അന്വേഷണത്തിന്റെ എല്ലാം തന്നെ മുൻകാല ചരിത്രം, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട മുൻകാല ചരിത്രമെല്ലാം തന്നെ ഈ വിധി പ്രസ്താവത്തിൽ പറയുന്നുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ SFIO അന്വേഷണം റദ്ദാക്കണം എന്നായിരുന്നു ഈ ഹർജിയിലെ ആവശ്യം, എക്സാലോജിക്കിന്റെയും വീണ വിജയന്റെയും. ഏതായാലും അത് ചട്ടലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അവർ ഹൈക്കോടതിയെ സമീപിച്ചതും. അതായത് ചട്ടം 210 അനുസരിച്ച് ROC അന്വേഷണം, രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം നടക്കുമ്പോൾ ചട്ടം 212 അനുസരിച്ച് SFIOക്ക് അന്വേഷിക്കാൻ അല്ലെങ്കിൽ SFIO അന്വേഷണം പ്രഖ്യാപിക്കുന്നത് നിയമപരമല്ല എന്നായിരുന്നു ഹർജിയിലെ വാദം. ഏതായാലും ഈ വിഷയത്തിലൊക്കെ വിശദമായിട്ടുള്ള വാദം കോടതി കേട്ടു. കോടതി നിരീക്ഷണം ഇങ്ങനെയാണ്: ഇത് എല്ലാ ചട്ടങ്ങളും പാലിച്ചാണ്, നിയമപരമായി തന്നെയാണ് നിലവിൽ ഈ SFIO അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് തടയുകയോ റദ്ദാക്കുകയോ ചെയ്യാൻ കഴിയില്ല. ഇതിന്റെ മെറിറ്റിലേക്ക് ഇപ്പോൾ പോകാവുന്ന ഒരു സമയമല്ല തുടങ്ങിയ കാര്യങ്ങളാണ് കോടതി ഇക്കാര്യത്തിൽ പറയുന്നത്. ഈ അന്വേഷണം ഏത് ഘട്ടത്തിലാണ് ഇങ്ങനെ കൂടുതൽ സൗകര്യങ്ങളുള്ള അല്ലെങ്കിൽ കൂടുതൽ അധികാരമുള്ള ഏജൻസിക്ക് SFIOക്ക് കൈമാറേണ്ടത് എന്ന് കൃത്യമായി തന്നെ നിയമത്തിൽ അനുശാസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപിച്ച അന്വേഷണം നിയമപരമായതിനാൽ തന്നെ ഹർജി തള്ളുകയാണ് എന്നാണ് കോടതി പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിലെല്ലാം കൃത്യമായി തന്നെ ഈ വാദങ്ങളെല്ലാം തന്നെ, എക്സാലോജിക്കിന്റെ വാദങ്ങളെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് തന്നെയാണ് SFIO അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. ഏതായാലും അതിൽ ഇപ്പോൾ വിധി വന്നിരിക്കുന്നു. നിലവിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണമാണ് എന്നുള്ളൊരു വാദമുഖമാണ് CPM കേന്ദ്രങ്ങൾ എക്സാലോജിക്കൊക്കെ ഉയർത്തിയിരുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഇതിൽ ചില വസ്തുതകൾ ഉണ്ട് എന്നുള്ള പറച്ചിൽ കൂടിയാണ് കോടതിയുടെ ഈ വിധി പ്രസ്താവം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ശരി, KB ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.